ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നിന്റെ ഉദ്ദേശം? കുർബാന കൂടി സെമിത്തേരി പ്രാർത്ഥിച്ചു, ഇനി 2 കിലോ പോത്തിറച്ചി വാങ്ങിച്ച് വീട്ടിൽ പോകണം. അതാണല്ലോ നമ്മൾ നസ്രാണികളുടെ ഒരു ശീലം. അപ്പോൾ ആ പോത്തിറച്ചി ഞാൻ കപ്പയിട്ട് നല്ല കിടിലനായിട്ടൊന്ന് വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ പോത്തിറച്ചി കപ്പിട്ട് വെക്കാം. അപ്പം പോത്തിറച്ചി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു സവാള വലുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുത്ത പോത്തിറച്ചി നമുക്ക് കറി വയ്ക്കാം. അപ്പം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 സവാള ഞാൻ വലുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പോത്തിറച്ചി കറി വയ്ക്കുന്നതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ സമയത്ത് ചേർത്ത ഉപ്പ് നോക്കിയിട്ട് വേണം ഇപ്പം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. കൂടെ നമുക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ശരിക്കും മൂത്ത് വന്നതിന് ശേഷം ഒരു 3 തക്കാളി, വലിയ തക്കാളിയാണ്, അതും കൂടി നമ്മൾ നെടുകയും അങ്ങ് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ശരിക്കും സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ശരിക്കും വഴറ്റുക. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ ഒരു പകുതി വേവിച്ച കപ്പയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കാത്തിരിക്കാം. പോത്തിറച്ചി കപ്പ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോത്തിറച്ചിയും കപ്പയും വെച്ച റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.